ഇതിലൊരു വലിയ കാര്യം സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും ബഹിഷ്കരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ സമ്മിറ്റിൻ്റെ ഭാഗമാവുന്നുണ്ടല്ലോ മിനിസ്റ്റർ. അല്ല, ഇതിനൊരു വ്യത്യാസം. നേരത്തെ നിങ്ങൾ പിന്നെ ഞങ്ങൾ എന്നതിൽ മാറി ഇത്തവണത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നമ്മളാണ് സംഘടിപ്പിക്കുന്നത്. നിങ്ങളെയും കൂടി ചേർത്ത് ഞാൻ പറയുന്നത്, ഗവൺമെൻറ്, പ്രതിപക്ഷം, ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി, മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇത്തവണത്തെ സമ്മിറ്റ് നടത്തുന്നത്. കാരണം അങ്ങനെ അല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റ് വ്യത്യസ്തതകൾ മാറ്റിവെച്ച് ഒന്നിച്ച് പൊതുവായ കാഴ്ചപ്പാട് നിൽക്കണം. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ 1 മിനിറ്റിൽ സംരംഭം തുടങ്ങാമോ, 2 മിനിറ്റിൽ തുടങ്ങാമോ എന്ന് സംശയം വരേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഒന്നിച്ചൊരു നിയമം പാസ്സാക്കി. ജസ്റ്റ് എല്ലാ വിവരങ്ങളും കൂടി അഫിഡാവിറ്റോട് കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ അപ്രൂവൽ വെച്ച് 3.5 വർഷം കേരളത്തിൽ ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം. അതാണ് നിയമം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യോജിപ്പോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിത് 21 തന്നെ നിശ്ചയിച്ച ഒരു 25 ഫെബ്രുവരിയിൽ നടത്താമെന്ന് അന്നേ കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകൾ, കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി വെച്ച കാര്യങ്ങളുടെ ഒരു ശരിയായ രൂപത്തിലുള്ള തുടർച്ച, ഈ പരിപാടി ഡേറ്റ് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ മേധാവിനെയും ഉപപ്രതിപക്ഷ മേധാവിനെയും ക്ഷണിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകം കത്ത് നൽകുകയുണ്ടായി. ഞങ്ങൾ ഡൽഹിയിൽ പോയി എല്ലാ കേന്ദ്രമന്ത്രിമാരെയും, നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിമാരെയെല്ലാം ക്ഷണിച്ചിരുന്നു.